വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് സ്റ്റൂ ആണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തത് 600 ഗ്രാം, 2 ചെറിയ സവാള അരിഞ്ഞെടുത്തത്, 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തത്, 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തത്, 1/2 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 2 തണ്ട് കറിവേപ്പില, 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1 ചെറിയ കഷ്ണം പട്ട ചെറുതായി മുറിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 തക്കോലം, 5 ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, ഗ്രാമ്പു 8 എണ്ണം, 1 നാളികേരത്തിൻ്റെ പാല് അരച്ച് പിഴിഞ്ഞെടുത്തത്, 1-ാം പാൽ 1 ഗ്ലാസ്, 2-ാം പാൽ 2 ഗ്ലാസ്, അല്പം കാഷ്യൂനട്ടും റേസിൻസും, ആവശ്യത്തിന് ഓയിൽ അല്ലെങ്കിൽ ഡാൽഡ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യം കുക്കറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇടാം. അല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി 10 മിനിറ്റ് കൂടെ വെക്കണം. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റും കൂടെ നമ്മൾ വെച്ചു. ഇനി നമുക്കിത് തുറക്കാം. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു, എങ്കിലും ആവശ്യത്തിന് വെള്ളം ഇതിലുണ്ട്. അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് 1 വിസിൽ കൂടെ അടുപ്പിക്കാം. ഇപ്പോൾ ഈ ബീഫ് കംപ്ലീറ്റ് വെന്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. ബാക്കിയുള്ള വേവ് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്കിട്ട് നമുക്ക് 2-ാം പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒറ്റ വിസിലടുപ്പിക്കാം. ഇപ്പോൾ 1 വിസിൽ വന്നു. ഇനി നമുക്കിതിൻ്റെ സ്റ്റീം കുത്തിക്കളയാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ബീഫും ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായി വെന്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡാൽഡ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലോ മറ്റെന്തെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഡാൽഡയാണ്. ഞാൻ ഇതിനു മുൻപ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞിരുന്നു, എനിക്ക് സ്റ്റൂവിൽ ഡാൽഡ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേക ഒരു ടേസ്റ്റും അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് എല്ലാം ഫ്രൈ ആയി. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് റേസിൻസ് ഇട്ട് വറുത്തെടുക്കാം. റൈസിൻസ് എല്ലാം ഫ്രൈ ആയി. ഇനി നമുക്കെടുത്ത് മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് ഇത് വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ്. ഈ ഗ്രീൻ പീസ് ഇടണം നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഉള്ളത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്, നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഇടണ്ട. എനിക്കതൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും റൈസിൻസും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫ് സ്റ്റൂ റെഡിയായി. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.